നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യേശു തന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട സകല രോഗികൾക്കും സൗഖ്യം നൽകി. അത് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതിന്റെ നിവൃത്തിയായിരുന്നുവെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ലെ പ്രവചനം. ഈ 53-ാം അധ്യായത്തിൽ കർത്താവിന്റെ കുരിശിലെ പങ്കപ്പാടുകളെ കുറിച്ചുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. ആത്മീക രോഗസൗഖ്യത്തിന്റെ വാക്യങ്ങളുമുണ്ട്. എന്നാൽ യെശയ്യാ പ്രവചനം 53-ന്റെ 4-ാം വാക്യം പരസ്യ ശുശ്രൂഷയിലെ രോഗസൗഖ്യങ്ങളുടെ കാര്യമായിരുന്നു. യേശു വരുമ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകുന്നത് താൻ ദൈവമാണെന്നുള്ളതിന്റെ അടയാളമാണെന്നാണ് യെശയ്യാ പ്രവചനം 53-ൽ. മാത്രമല്ല, യെശയ്യാ പ്രവചനം 32-ന്റെ 3-4 വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 35-ന്റെ 5-6 വാക്യങ്ങൾ ഒക്കെ പറയുന്നത്. അവിടെ വായിക്കുന്നത് കുരുടരും ചെകിടരും മുടന്തരും ഊമരും സൗഖ്യമാകും എന്നാണ്. അവ ദൈവരാജ്യത്തിലാണ് പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നതെങ്കിലും തൻ്റെ 1-ാം വരവിലും ഭാഗികമായി നിറവേറ്റപ്പെടും. അതുകൊണ്ടാണ് വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് യോഹന്നാൻ സംശയത്തോടെ ആളയച്ച് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിന്റെ മറുപടി, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഇത് നിങ്ങൾ പോയി യോഹന്നാനോട് പറയുക എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-22 അതുണ്ട്. അതായത് ദൈവം മനുഷ്യനായി വരുമ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകുമെന്നുള്ളത് നിറവേറുന്നു എന്നാണ് യേശു യോഹന്നാനെ അറിയിച്ചത്. എന്നാൽ യേശു പാപത്തെയും രോഗത്തെയും ചുമന്നാണ് കുരിശിൽ മരിച്ചതെന്നും കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ പാപവും മാറും രോഗവും മാറും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ യേശു പാപത്തെ ചുമന്നാണ് കുരിശിൽ മരിച്ചത്, രോഗത്തെ ചുമന്നല്ല. പിതാവ് നമ്മുടെ അകൃത്യമാണ് അവന്റെ മേൽ ചുമത്തിയത്. ക്രിസ്തു മരിച്ചത് പാപപരിഹാരത്തിനായിട്ടാണ്. പിതാവ് ക്രിസ്തുവിനെ അടിച്ചത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ്. രോഗികളെ ആരും അടിക്കാറില്ലല്ലോ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉണ്ടായി എന്നുള്ളത് നമ്മുടെ പാപരോഗത്തിന്റെ സൗഖ്യത്തിന്റെ കാര്യമാണ്. യേശു നമ്മുടെ നരകശിക്ഷയേറ്റതിനാൽ, വേദനയേറ്റതിനാൽ നമുക്ക് പാപമോചനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പാപം മാറി നാം ദൈവമക്കളാകും. നമ്മുടെ രോഗവും ബലഹീനതയും സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റില്ലായ്മകളും അത് തുടരും. കാരണം അതെല്ലാം പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കർത്താവ് പരിണിത ഫലങ്ങളെ നീക്കാനല്ല വന്നത്. ചില ആളുകൾ കറുത്തതാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവർ പിന്നെയും കറുത്തിരിക്കും. ചില ആളുകൾക്ക് പൊക്കക്കുറവാണ്. യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടാൽ പൊക്കം കുറഞ്ഞിരിക്കും. ചില ആളുകൾ മുടന്തരാണ്. യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ടാൽ അപ്പം മുടന്ത് മാറി രണ്ട് കാലം ഒരുപോലെ ആയി അവർ വെള്ളത്തിൽ നിന്ന് കയറി വരത്തില്ല. യേശുവിനെ കൈക്കൊള്ളുന്ന ചിലർ കുരുടരാണ്, സ്നാനപ്പെട്ട് കഴിയുമ്പോഴും കുരുടരാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ചിലർ ദരിദ്രരാണ്, സ്നാനപ്പെട്ട് കഴിഞ്ഞും ദരിദ്രരാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ചിലർക്ക് വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെറ്റക്കൂടിലാണ്. യേശുവിനെ കൈക്കൊണ്ടു സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവർക്ക് മണിമാളിക ഒന്നും ഉണ്ടാകുന്നില്ല. യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടുന്നവർക്ക് അതിനു മുമ്പ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാലും അതൊക്കെ അങ്ങനെ തന്നെ തുടരും. ഈ രോഗം മാറുന്നതും ക്ഷീണം മാറുന്നതും പിന്നെ അവരുടെ
വിദ്യാഭ്യാസക്കുറവ് മാറുന്നതും ഇല്ലായ്മകളൊക്കെ മാറുന്നതും ദൈവരാജ്യത്തിലാണ്. ഈ തിരിച്ചറിവ് പല ആളുകൾക്കുമില്ല. യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ പാപവും മാറും, രോഗവും മാറും എന്ന് പഠിപ്പിച്ചിരുന്ന ആളുകൾ പണ്ട് പഠിപ്പിച്ചിരുന്നു. ചികിത്സ ചെയ്യരുത്, അത് പാപമാണ്. യേശുവിനെ കൈക്കൊണ്ട പാപവും രോഗവും മാറും. യേശു പാപത്തെയും രോഗത്തെയും ചുമന്നുകൊണ്ടാണ് കുരിശിൽ മരിച്ചത് എന്നാണ് ചിലർ പറയുന്നത്. ഈ പാപത്തിന് തുല്യമായ ഒരു കാര്യമാണോ രോഗം? രോഗനിമിത്തമാണോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ലേ? കടഭാരം കൊണ്ടല്ലേ? പ്രിയപ്പെട്ടവര്, ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് പാപത്തിന് തുല്യമായ പ്രശ്നമല്ല രോഗം. വിദ്യാഭ്യാസം ഇല്ലായ്മ, വിവാഹം നടക്കായിക, മക്കളില്ലാതെ വരിക, വീടില്ലായിക, തൊഴിലില്ലായിക, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. എന്നാൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ആ നിമിഷത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ പാപം മാറുന്നു, അല്ലെങ്കിൽ പാപക്ഷമ കിട്ടുന്നു, നമ്മൾ ദൈവമക്കളായി മാറുന്നു. ആ ദൈവമക്കളായ നമ്മൾ നമ്മുടെ അപ്പനോട്, പിതാവായ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. അപ്പോൾ ദൈവം തനിക്കിഷ്ടമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് സൗഖ്യം നൽകിയെന്ന് വരാം, നമുക്ക് ആരോഗ്യം നൽകിയെന്ന് വരാം, വീട് നൽകിയെന്ന് വരാം, തൊഴിൽ നൽകിയെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രാർത്ഥനയാൽ നേടേണ്ട കാര്യങ്ങളാണ്. അതിനാണ് ദൈവം നമ്മളെ മക്കളാക്കി തീർക്കുന്നത്. ഈ തിരിച്ചറിവ് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് രോഗികൾക്ക് താൻ സൗഖ്യം നൽകിയത് ഇന്ന് സഭയിൽ വരുന്ന എല്ലാവർക്കും താൻ സൗഖ്യം നൽകും എന്നുള്ളതിൻ്റെ തെളിവല്ല, താൻ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ദൈവം മനുഷ്യനാകുമ്പോൾ ചെയ്യുന്ന അടയാളങ്ങളിൽ ഒന്ന് രോഗസൗഖ്യമാണ്. താൻ ഉപമകൾ പറഞ്ഞ് പ്രസംഗിക്കും, അങ്ങനെയൊരു പ്രവചനമുണ്ട്. താന് നഫ്താലി ദേശത്തും ഗലീല ദേശത്തും പ്രസംഗിക്കും, അങ്ങനെയൊരു പ്രവചനമുണ്ട്. 30 വെള്ളിക്കാശിന് തന്നെ ഒറ്റിക്കൊടുക്കും, അങ്ങനെയൊരു പ്രവചനമുണ്ട്. അങ്ങനെയുള്ള പല പ്രവചനങ്ങളും നിവർത്തിച്ചാണ് യേശു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ രോഗങ്ങൾ ആ സമയത്ത് മാറും എന്ന് പഠിപ്പിക്കുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തന്മാരായ പലരും രോഗികളായിരുന്നു. ഭക്തനായ ഇയ്യോബ് രോഗിയായിരുന്നു, ഇസഹാക്ക് അന്ധനായിരുന്നു, യാക്കോബ് വാർദ്ധക്യത്തിൽ കണ്ണു കാണാൻ പാടില്ലാത്തവൻ ആയിരുന്നു. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലൂസ് രോഗിയായിരുന്നു, തീമോത്തിയോസ് രോഗിയായിരുന്നു. ഇവരൊക്കെ ഭക്തരല്ലാഞ്ഞിട്ടാണോ? ഇവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവർ, യേശു സകല രോഗികൾക്കും തൻ്റെ അടുക്ക വന്ന രോഗികൾക്ക് സൗഖ്യം നൽകിയത് പ്രവചന നിവൃത്തിയായിരുന്നു. ദൈവം മനുഷ്യനാകുമ്പോൾ രോഗസൗഖ്യം നൽകും എന്ന് വാക്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് രോഗസൗഖ്യമോ അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ബുദ്ധിമുട്ടുകളോ ഒറ്റ നിമിഷം കൊണ്ട് മാറുന്നില്ല. പക്ഷേ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും, പ്രശ്നപരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ പ്രശ്നത്തോടുകൂടെ ദൈവത്തെ സേവിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ അവരുടെ സന്തോഷത്തിന് കുറവില്ല. പൗലോസ് 3 പ്രാവശ്യം തൻ്റെ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിച്ചെങ്കിലും കുറവുണ്ടായി. പക്ഷെ തൻ്റെ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഇയ്യോബിന്റെ രോഗം തൻ്റെ ഭക്തിയെ ഒന്നും ബാധിച്ചില്ല. ഈ തിരിച്ചറിവ് കർത്താവ് നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.